نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അല്ലേ? സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാ പ്രിയപ്പെട്ട LSS എഴുതുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും LSS എഴുതുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, LSS അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എപ്പോഴും നമ്മൾ പറയുന്നതാണ് LSS നേടുക എന്നുള്ളതാണ് അല്ലെ. LSS വെറുതെ അവിടെ പോയി ഇരുന്നിട്ട് കിടന്നുറങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് LSS നേടുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുമോ? ഇല്ല. നമ്മൾ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നന്നായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ 2 ലൈവുകളായി തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വൈകുന്നേരവും ഒന്ന് രാത്രിയും. ഇന്ന് രാത്രി 7:30 മോഡൽ എക്സാം പാർട്ട് 2 മാത്സും EVSന്റെയും മോഡൽ എക്സാം ഇന്ന് 7:30 7:45 കറക്റ്റ് ടൈം ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് കമന്റിൽ വന്നിട്ട് ഞാൻ ഇവിടെ പറയുന്ന അന്നിപ്പോ ആ ഒരു വീഡിയോയിൽ എക്സാമിന്റെ വീഡിയോയിൽ പറയുന്ന ആൻസേഴ്സ് നിങ്ങൾ ലൈവ് കമന്റിൽ വന്നിട്ട് ഇങ്ങനെ ചട്ടപ്പടേ നിൽക്കണം. ഓക്കെ, സെറ്റാണെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് ഒന്ന് കത്തിച്ച് എല്ലാവരും ഫയർ ഇട്ടോ ഒന്ന് കത്തിച്ച്. ഇന്നലെ മെനയാന്ന് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, നമ്മുടെ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോ ഒരു ട്രെയിനിൽ ഒരാൾ കത്തിച്ച വിവരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? പത്രമൊക്കെ വായിക്കാറില്ലേ അല്ലെ? അയാളെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് അല്ലെ. ആ ഒരു സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അറിയണം വേണ്ടേ? കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി പഠിക്കുകയും വേണം. ഓക്കെ, റെഡി? അപ്പൊ ഇന്ന് നമ്മൾ EVS ആണ്. EVSന്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. EVS എന്ന് പറയുന്നത് പരിസര പഠനം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. 20 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ പരിസര പഠനത്തിൽ നിന്ന്. ഇന്ന് നമ്മൾ നമ്മുടെ യൂണിറ്റ് 2ന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. സെറ്റാണോ? ഓക്കെ അല്ലേ? അപ്പൊ കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ഫയർ ഇട്ട് കത്തിക്കുന്നില്ലേ കമന്റ് ബോക്സ്? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ആണ് പറയാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ലൈവ് കമന്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റും, അല്ലാത്തവർക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്നത്? നിങ്ങൾ പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്ത്. സെറ്റാണോ? തുടങ്ങിക്കോട്ടെ. അപ്പൊ നമ്മുടെ യൂണിറ്റ് 2ലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഞാനിവിടെ പറയുന്നത്. എന്നിരുന്നാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം എന്നുള്ള കാര്യം ഉറപ്പാണ്. കമന്റ് ബോക്സിൽ പോവുക, അതിന്റെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ ആണോ? ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ നേരെ പോവാണ്. ഇലയ്ക്കുമുണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂണിറ്റ് 2ലുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത് എന്നുള്ളതാണ്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു നമുക്കറിയാം. ഏതാണ്? ഹരിതകം അല്ലെ. ഹരിതകം എന്നുള്ള വസ്തുവാണ് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് അല്ലെ. റെഡി? അടുത്തത്, ഒരു സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം നമുക്കറിയാം. ഒരു സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിൽക്കാൻ അല്ലെ അതിന്റെ വേരുകൾക്കാണ് കഴിയുക. വേരില്ലാതെ ഒരു സസ്യവും നേരെ നിൽക്കില്ല. ഉണ്ടോ? വേരില്ലാതെ വെറുതെ എന്തെങ്കിലും ഒന്ന് അവിടെ കുത്തിയിട്ടാ നിൽക്കില്ല. വേരുകളാണ് അതിനെ പിടിച്ച് ആ ഒരു മണ്ണിൽ ഉറപ്പിച്ച് കാറ്റ് വന്നാലും മഴ വന്നാലും പേമാരി വന്നാലും ഒന്നും മറിഞ്ഞു വീഴാതെ നിൽക്കാൻ സഹായിക്കുന്നത് ആ വേരാണ് അല്ലെ. മറന്നുപോലല്ലേ നീ? സെറ്റ്. അടുത്തത് നോക്കാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് പ്രകാശ സംശ്ലേഷണാണെന്ന് നമുക്കറിയാം അല്ലെ. ഓക്കെ, റെഡി. അടുത്തത്, രാമച്ചുണ്ടല്ലോ നമ്മള് മേലെ ശരീരത്തിലൊക്കെ ബോഡിയിലൊക്കെ തേച്ച് കുളിക്കുന്ന, നിങ്ങൾ തേച്ച് കുളിക്കാറില്ലേ? രാമച്ചൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കുളിക്കാറില്ലേ? ഉണ്ട് അല്ലെ. രാമച്ചത്തിന്റെ പേരുപടലം
ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ്. രാമച്ചത്തിന്റെ ഏതാണ് ഏത് വേരുപടലത്തിലാണ് വരുന്നത്? നാര് വേരുപടലത്തിലാണ് രാമച്ചത്തിന്റെ വരുന്നത് അല്ലെ. നാര് വേരുപടലം, നാരുകളാണ് അല്ലെ, തായ്വേരല്ല, നാരുവേരാണ് അല്ലെ. നാരുവേരുണ്ട്, തായ്വേരുണ്ട്. നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന സസ്യത്തിന്റെ ഭാഗം ഏതാണ്? ജലവും ലവണവും ഒക്കെ നമുക്ക് അറിയാം, ഈസിയാണ്, സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നത് അതിന്റെ വേരിൽ കൂടെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്തത്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് സസ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ്? ഇലയാണ് അല്ലെ. ഇലയിൽ വെച്ചാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ആഹാരം നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം, വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? 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 ബീജമൂലം അല്ലെ. ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ, ബീജമൂലം. വിത്ത് മുളച്ച് പുറത്തു വരുന്ന ഭാഗം അല്ലെ, ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലാണ്. ഇനി അടുത്ത ചോദ്യം, വിത്ത് മുളച്ച് പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? എന്തായിത്തീരുന്നു? എന്താണ് ആദ്യം പുറത്തു വരുന്ന ആ ഭാഗം? പിന്നെ എന്തായിത്തീരുന്നു? വേരായിത്തീരുന്നു അല്ലെ, വേരായിത്തീരുന്നു. വിത്ത് മുളച്ച് പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? വേരായിത്തീരുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. അടുത്തത്, ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജശീർഷം. അതായത് ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജശീർഷം. ഓക്കെ, ചെടിയുടെ കാണ്ഡമായി തീരുന്നതും എന്താണ്? ഈ ബീജശീർഷം തന്നെയാണ് ചെടിയുടെ കാണ്ഡമായി തീരുന്നതും. ഓക്കെ, സെറ്റ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാന്നേ ഉള്ളൂ കേട്ടോ. ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേര്, ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ബീജപത്രം. ഓക്കെ, ബീജപത്രം. ഓക്കെ, ഇനി അടുത്തത്, വേരിന്റെ ഏത് ദിശയിലാണ് കാണ്ഡം വളരുന്നത്? വേരിന്റെ അതേ ദിശയിലാണോ? അല്ല, വേരിന്റെ എതിർദിശയിൽ അല്ലെ, എതിർദിശയിലാണ് കാണ്ഡം എന്ത് ചെയ്യുന്നത്? വളരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, വിത്തുകളുടെ പുറമെ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരാണ് ആവരണം അല്ലെ. കട്ടിയുള്ള ആവരണം ബീജകവചം, ഒരു കവചം അല്ലെ. കട്ടിയുള്ള ആവരണം, വിത്തിന്റെ പുറത്ത് കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരാണ് ബീജകവചം, ഒരു കവചം പോലെ അല്ലെ, ഒരു കവചം. സെറ്റ്. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസത്തിന് പറയുന്ന പേര് എന്താണ്? വേഗം പറഞ്ഞോ. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസത്തിന് പറയുന്ന പേരാണ് ജാലികാ ശിരാവിന്യാസം. അടുത്തത്, ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലഞ്ഞെട്ടിൽ നിന്നും തുടങ്ങി അഗ്രഭാഗത്തേക്ക് യോജിക്കുന്ന, ഇത് പറയുമ്പോൾ തന്നെ കിട്ടൂലേ, ഏതാണ്? സമാന്തര ശിരാവിന്യാസം അല്ലെ. ഓക്കെ, റെഡി. അടുത്തത്, തെങ്ങിന്റെ വേര്, കവുങ്ങിന്റെ വേര്, പനയുടെ വേര്, തേക്കിന്റെ വേര്, ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? തേക്കിന്റെ വേരാണ് കേട്ടോ. ഓക്കെ, അടുത്തത്, പനയോല, മുളയോല, തുളസിയില, നെല്ലോല. ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് പനയോല, മുളയോല, തുളസിയില, നെല്ലോല. ഇതിൽ പനയോലയും മുളയോലയും നെല്ലോലയും ഒന്നാണ് അല്ലെ. അതേപോലെ തുളസിയിലയാണ് ഇതില് കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത്, പയർമണിയിൽ എത്ര ബീജപത്രങ്ങളുണ്ട്? പയർമണിയിൽ 2 ബീജപത്രങ്ങളുണ്ട്. ഇത് ഞാൻ PDF നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയക്കും കേട്ടോ. PDF ഗ്രൂപ്പിലേക്ക് അയക്കും. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇതിൽ മറ്റുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് PDF ഗ്രൂപ്പിലേക്ക് അയക്കും. ഓക്കെ, സെറ്റ്. നെന്മണിയിലെ ബീജപത്രങ്ങൾ എത്ര ഉണ്ട്? 1. പയർമണിയിൽ ബീജപത്രങ്ങൾ 2 ആണെങ്കിൽ നെന്മണിയിൽ ബീജപത്രം 1 ആണ്. ഓക്കെ, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഏകബീജപത്ര സസ്യങ്ങൾ. ഓക്കെ,
വേര് നാര് വേരും. അടുത്ത ചോദ്യമാണ് വേര് നാര് വേരും ഇല ജാലികാ ശിരാവിന്യാസവുമുള്ള, വല്ലാത്ത ജാതി അല്ലേ, വേര് നാര് വേരും ഇല ജാലികാ ശിരാവിന്യാസവുമുള്ള നമ്മുടെ വീട്ടുവളപ്പിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന സസ്യം ഏത്? ചേമ്പാണ് കേട്ടോ, ചേമ്പാണ്. അതായത് വേര് നാര് വേരും ഇല ജാലികാ ശിരാവിന്യാസവുമായി നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്ന സാധനത്തിനെ പറയുന്ന പേരാണ് ചേമ്പ്. ആ ഒരു സസ്യമാണ് ചേമ്പ്. അടുത്തത് വാഴയിലയിൽ പ്രധാന സിരയിൽ നിന്നും സമാന്തര സിരകൾ എവിടേക്ക് വിന്യസിച്ചിരുന്നു? എവിടേക്കാണ് വിന്യസിച്ചിരിക്കുന്നത്? വാഴയിലയിൽ പ്രധാന സിരയിൽ നിന്നും സമാന്തര സിരകൾ എവിടേക്കാണ് വിന്യസിച്ചിരിക്കുന്നത്? വശങ്ങളിലേക്കാണ് കേട്ടോ. എവിടേക്കാണ്? വശങ്ങളിലേക്കാണ്, വശങ്ങളിലേക്കാണ്. അടുത്തത് നാം ആഹാരമായി കഴിക്കുന്ന വാഴക്കൂമ്പ് വാഴയുടെ ഏത് ഭാഗമാണ്? പൂവാണ്. നമുക്കറിയാം വാഴന്റെ പൂവാണത് അല്ലേ? ഓക്കെ, വാഴക്കൂമ്പ് വാഴയുടെ പൂവാണ്. അടുത്തത് നാം കഴിക്കുന്ന കാബേജ് സസ്യത്തിന്റെ ഏത് ഭാഗമാണ്? ഇലയാണ് അല്ലേ? കാബേജ് ആ സസ്യത്തിന്റെ ഏത് ഭാഗമാണ്? ഇലയാണ്. ഇലയാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി വരുന്നത് അല്ലേ? ഇലയാണത്. അടുത്തത് ഇലയും പൂവും കായും ആഹാരമായി കഴിക്കുന്ന സസ്യം ഏതാണ്? ഇലയും കഴിക്കും, പൂവും കഴിക്കും, കായും കഴിക്കും. ഏതാ? തെങ്ങിന്റെ ഇല കഴിക്കോ? ഓലങ്ങൾ തിന്നുവോ? നിങ്ങളെന്താ പശുവാ? അല്ല. ഏതാ? മുരിങ്ങയാണ് അല്ലെ? മുരിങ്ങ. അടുത്തത് ആഹാര നിർമ്മാണത്തിന് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അറിയൂലേ? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് ഏറ്റവും വലിയ ഇലയുള്ള ജലസസ്യം ഏത്? ഏറ്റവും വലിയ ഇലയുള്ള ജലസസ്യം ഏത്? ഏതാണ്? ആനത്താമര. ഏതാ? ആനത്താമര. ആനത്താമരയാണ് ഏറ്റവും വലിയ ഇലയുള്ള ജലസസ്യം എന്ന് പറയുന്നത്. ആനത്താമരയാണ്. അടുത്തതുപോലെ ഏറ്റവും വലിയ വൃക്ഷം ജയന്റ് സെക്കോയ. ജയന്റ് സെക്കോയാണ് ഏറ്റവും വലിയ വൃക്ഷം എന്ന് പറയുന്നത്. ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന ഒരു സസ്യം. ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുക. ഏതാ? ഇലമുളച്ചി. ഇലമുളച്ചിയാണ് അല്ലെ? ഇലമുളച്ചിക്കാണ് ഇലയിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാകുന്ന ഒരു സസ്യം. ഏതാണ്? ഇലമുളച്ചിയാണ്. അടുത്തത് ഹരിതകമില്ലാതെ, കൂണിന് ഹരിതകമില്ലല്ലോ. കൂണിന് ഹരിതകമില്ലാത്തതുകൊണ്ടാണ് കൂണ് ചെങ്ങായി എന്താകുന്നത്? മൂപ്പർക്ക് കളറൊന്നുമില്ല. മൂപ്പര് വെള്ള കളറാണ്, വൈറ്റ് ആണ്, സായിപ്പിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ? വെള്ളക്കാരനാണ്. ഹരിതകല്ല അല്ലെ? ഹരിതകമാണ് ഇലകൾക്കൊക്കെ പച്ച നിറം നൽകുന്നത് അല്ലെ? അപ്പൊ കൂണിന് എന്തില്ല? മൂപ്പർക്ക് ഹരിതകല്ല, പാവം. നമുക്ക് ഹരിതകമില്ലാത്ത കൂണിന് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് കേട്ടോ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നാണ് കൂണ്. അടുത്തത് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള അല്ലെ? ഏറ്റവും വലിയ മുകുളം കാബേജ്. ഏറ്റവും വലിയ മുകുളം ഏതാ? കാബേജ്. ഏറ്റവും വലിയ പുഷ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, റഫ്ലേഷ്യ. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യയാണ്. ഏറ്റവും ചെറിയ പുഷ്പം വുൾഫിയ. വേരുകളില്ലാത്ത സസ്യം സാൽവീനിയ. വേരുകളില്ലാത്ത സസ്യം സാൽവീനിയ. അടുത്തത് പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ് കേട്ടോ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാ? കരിമ്പ്. ഏറ്റവും ചെറിയ വിത്ത് ഓർക്കിഡാണ്. ഏറ്റവും വലിയ വിത്ത് കൊക്കോസെമർ. ഏറ്റവും വലിയ വിത്ത് കൊക്കോസെമർ. ഇനി അടുത്തത് ഫലമുണ്ടെങ്കിലും, PDF അയക്കാം, ഗ്രൂപ്പിലേക്ക് അയക്കാം. ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം. ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം ഏത് എന്നാണ് അടുത്ത ചോദ്യം. വാഴയാണ് കേട്ടോ. വാഴയാണ്. വാഴ. അടുത്തത് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസി. കൃഷ്ണ തുളസിയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. കൃഷ്ണ തുളസിയാണ്. അടുത്തത്
ഒരില മാത്രമുള്ള സസ്യം, ഒരില മാത്രമുള്ള സസ്യം ചേനയാണ്. ഏതാണ്? ചേനയാണ്. ഓക്കെ. തെങ്ങോല, മുളയില എന്നിവ നെടുകെ കീറിയെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് സമാന്തര സിരാവിന്യാസമല്ലാത്തതിനാലാണ് അവരെന്ത് ചെയ്യുന്നത്? അത് നെടുകെ കീറിയെടുക്കാൻ പറ്റുന്നത്. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇലകൾക്ക് കട്ടി കുറവായതിനാൽ, ജാലികാ സിരാവിന്യാസമായതിനാൽ, സമാന്തര സിരാവിന്യാസമായതിനാൽ, മേൽ പറഞ്ഞവയൊന്നുമല്ല. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് അത് നെടുകെ കീറിയെടുക്കാൻ പറ്റുന്നത് സമാന്തര സിരാവിന്യാസം ആയതുകൊണ്ടാണ് പോലും, അല്ലേ? അതെ. അടുത്തത്, താഴെ കൊടുത്തതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് വേര്. അല്ല, അല്ലേ? അടുത്തത്, നെല്ലിക്ക നാരുവേരും ജാലികാ സിരാവിന്യാസവുമാണ്. അല്ല. അടുത്തത്, ചേമ്പിന് നാരുവേരും ജാലികാ സിരാവിന്യാസവുമാണ്. അതോക്കെ അല്ലേ? ഓക്കെ. തുമ്പച്ചെടിക്ക് നാരുവേരും ജാലികാ സിരാവിന്യാസവുമാണ്. അല്ല. അപ്പൊ അതിൽ താഴെ കൊടുത്തതിൽ ശരിയായ പ്രസ്താവന ചേമ്പിന് നാരുവേരും ജാലികാ സിരാവിന്യാസവുമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലെ? അടുത്തത്, താഴെ കൊടുത്തതിൽ തെറ്റായ ജോഡി ഏത്? ആര്യവേപ്പ്, തായ്വേര്. ശരിയാണ് അല്ലെ? പുളിയില, ജാലികാ സിരാവിന്യാസം, അതും ശരിയാണ്. കീഴാർ നെല്ലി, തായ്വേര്, അതും ശരിയാണ്. ആവണക്ക് സമാന്തര സിരാവിന്യാസം, അത് തെറ്റായ ജോഡിയാണ്. ആവണക്ക് സമാന്തര സിരാവിന്യാസം. ഓക്കെ. നാരുവേര് പടലത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ്. വിത്തിൽ ഒരു ബീജപാത്രം ഉണ്ടാകും, സവിശേഷതയിൽ പെട്ടതാണ് അല്ലെ? ഇലകൾ സമാന്തര സിരാവിന്യാസമായിരിക്കും, അതും സവിശേഷതയിൽ പെട്ടതാണ്. കാണ്ഡത്തിന് ഉൾഭാഗത്തിന് കട്ടി കൂടുതലായിരിക്കും, അത് കട്ടി കുറവായിരിക്കും അല്ലെ? കൂടുതലായിരിക്കില്ല, കുറവായിരിക്കും. അപ്പൊ കൂടുതലായിരിക്കും എന്ന് പറയുന്നത് നാരുവേര് പടലത്തിന്റെ സവിശേഷതയിൽ പെടാത്തതാണ്. എന്ത്? കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ നാരുവേര് പടലത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതാണ്. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾ സാർ എന്ത് ചെയ്യും? 19ഓളം ചോദ്യങ്ങളുണ്ട്. അത് സാർ ഗ്രൂപ്പിലേക്ക് അയക്കും. ആ ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. നോക്കിയിട്ട് സെറ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അറിയുന്നതാണെങ്കിൽ കൂടെ ഒന്നുകൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ, ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂലേ? അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ രാവിലെ മുതൽ ഇരുന്ന് പഠിക്കുകയാണ്, ഒരു 2, 3, 4 മണിക്കൂർ നമ്മൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ കൂടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക. നമ്മൾ തന്നെ നമ്മളുടെ സ്വയം ടീച്ചറാവുക. നമ്മൾ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ സ്വയം ടീച്ചറാവുക. ടീച്ചറായിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക നമ്മളോട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. പഠിക്കുന്ന കാലത്തേക്കാളും കൂടുതൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് വെറുതെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അമ്മേനൊക്കെ തോണ്ടിയിട്ട് അല്ലെങ്കിൽ ഉമ്മേനൊക്കെ തോണ്ടിയിട്ട് ജാലികാ സിരാവിന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തര സിരാവിന്യാസം അല്ലേ? അതേപോലെ തന്നെ പിന്നെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ ഒന്നൊന്നും ഉമ്മേനോടോ അമ്മേനോടോ അച്ഛനോടോ ഉപ്പയോടോ ആരോടൊക്കെ പോയി തോണ്ടി ചോദിക്കുക. ചിലപ്പോൾ അവർ നീ അന്ന് അങ്ങോട്ട് പോയിക്കുന്ന പറയൂലേ, ഓരോ ജാലികാസിൽ. പക്ഷെ അതൊന്നും അവർ പറയൂല. നിങ്ങളെക്കാൾ കൂടുതൽ, നിങ്ങളിപ്പോൾ LSS വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ, അതിനേക്കാൾ കൂടുതൽ LSS നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് എന്ന് പറയുന്നത്. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ എത്രയാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇരട്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ ജീവിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്, നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ രാവന്തിയോളം അവരെന്ത് ചെയ്യുന്നു? പണിയെടുത്ത് അല്ലേ ഒക്കെ ചെയ്യുന്ന. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ലൈവിൽ നമുക്ക് കിടിലനാക്കി നമുക്ക് പറയണം. ലൈവിൽ എക്സാം ഉണ്ട്, പാർട്ട് 2ന്റെ എക്സാം ആണ്. വരണം, നിർബന്ധമായിട്ടും എല്ലാവരും വരണം. എല്ലാ തിരക്കുകളും ഒഴിവാക്കി വരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് LSS നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ അത് കേൾക്കാൻ
നിങ്ങളും കൂടെ ഉണ്ടാവണം, എൻ്റെ കുട്ടികൾ ഉണ്ടാവണം, എൻ്റെ മക്കൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? 7:30 7:45 ഗ്രൂപ്പിൽ അറിയിക്കാം. ഗ്രൂപ്പിൽ ലിങ്ക് താഴെ ഉണ്ട്. കയറാത്തവരൊക്കെ ഗ്രൂപ്പിൽ പോയി കയറണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ, സീ യു.